തൃശ്ശൂർ പൂരം ലാത്തി ചാർജ് 1998 ഉണ്ടായൊരു സംഭവമാണ്. അത് തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസം തെക്കോട്ടിറക്കം എന്ന് പറയുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പൂരത്തിൻ്റെ ഒരു സീക്വൻസ് പറയുകയാണെങ്കിൽ ഒരു 10,000-3,500 പോലീസുകാരൊക്കെ ഡ്യൂട്ടിക്ക് വരുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കണക്കനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നൊരു ഫെസ്റ്റിവൽ. അപ്പോൾ 24 മണിക്കൂർ പൂരവും അതിനുശേഷം പിറ്റേ ദിവസം ഉച്ച വരെ പകൽ പൂരവും. ഇതാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. അപ്പോൾ രാവിലെ അത്ര ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഒന്നുമില്ല. ഒരു മടത്തിൽ വരവ്, ചെറുപൂരങ്ങളുടെ വരവ്, അങ്ങനെയൊക്കെ തുടങ്ങി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഇലഞ്ഞിത്ര മേളം നടക്കുക. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ പ്രധാനമായിട്ടും 2 ദേശക്കാരാണ് നടത്തുന്നത്. തിരുവമ്പാടി ദേശവും പാറമേക്കാവ് ദേശവും. ഇത് രണ്ടും തൃശ്ശൂരിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒരു 2 ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ പാറമേക്കാവ് അവർക്കൊരു ക്ഷേത്രമുണ്ട്, തിരുവമ്പാടിക്കും വേറെ ക്ഷേത്രമുണ്ട്. പാറമേക്കാവിൻ്റെ ഒരു മേളമാണ് ഈ ഇലഞ്ഞിത്ര മേളം എന്ന് പറയുന്ന തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് 2:30 തൊട്ട് ഒരു 4:30 വരെ 200ഓളം കലാകാരന്മാർ, പെരുവനംകുട്ടന്മാരും അനിയന്മാരെ പോലെയുള്ള മേളപ്രമാണിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു അതിവിശിഷ്ടമായിട്ടുള്ളൊരു മേളം. അപ്പോൾ അത് ആ സമയത്ത് വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 10,000-കണക്കിന് ആളുകൾ പാക്കഡായിട്ട് നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ അമ്പലത്തിനകത്തുനിന്ന്, വടക്കുന്നാഥൻ്റെ അകത്തുനിന്ന് ഒരു 4:30 ഇലഞ്ഞിത്രമേളം സമാപിക്കും. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവനും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്തത് കുടമാറ്റമാണ്. അപ്പോൾ കിഴക്ക്, പടിഞ്ഞാറ്, പിന്നെ തെക്ക്, ഇന്ന് 3 ഗേറ്റുകളാണുള്ളത്. അപ്പോൾ ഈ എല്ലാ ഗേറ്റിൽ കൂടെയും ആളുകളെ കംപ്ലീറ്റ് മാറ്റും. കാരണം ആളുകൾ മാറ്റിപ്പോയിട്ട് വേണം തിരുവമ്പാടിയുടെ പടിഞ്ഞാറെ നടയിലെ മേളം കഴിഞ്ഞ് ആ മേളക്കാർക്കും കൂടി ഇങ്ങോട്ട് വരാൻ. പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ 15 ആനകൾ ഈ വടക്കുന്നാഥൻ എന്ന് പറഞ്ഞൊരു വലിയ വാസ്റ്റ് ഏരിയ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് 15 ആനകൾ തിടമ്പ കയറ്റി തെക്കേ ഗോപുരം വഴി അങ്ങ് തെക്കോട്ട് പോകണം. അതാണ് എല്ലാ വർഷവും ശക്തൻ്റെ കാലം തൊട്ട് നടക്കുന്ന ഒരു പൂരമാണ്. അപ്പോൾ അതിനു മുമ്പ് കംപ്ലീറ്റ് ആളുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ വെക്കേറ്റ് ചെയ്തില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്ത് പറയുന്നത്. വെക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഈ ആന കടന്നതിൻ്റെ പുറകെ വരും. അപ്പോൾ വളരെ എളുപ്പമാണ് കുടമാറ്റം അപ്പുറം ഇപ്പുറം നിന്ന് കാണാൻ ഭയങ്കര സൗകര്യമാണ്. കാരണം ആ സമയത്ത് തേക്കുംകാട് മൈതാനത്തിൽ ഇതിൽ ഫുൾ ഒരു ടൈമിൽ 30,000 പേര് നിൽക്കുന്നതാണൊക്കെ പറയാം. ആ ഫ്രണ്ടിലൊക്കെ അത് മുഴുവനായിട്ട് ആളുകളെ കൊണ്ട് നിരന്നുണ്ടാവും. അപ്പോൾ ഈ 15 ആനകൾ ആ തെക്കേ ഗോപുരം വഴി ഇറങ്ങി, ഒരു സ്ലോപ്പാണ്, ആ സ്ലോപ്പ് വഴി നേരെ തെക്കോട്ട് പോയി അവിടെ ഇപ്പോൾ കോർപ്പറേഷൻ്റെ അപ്പുറത്തുള്ള ആ മെയിൻ റൂട്ടിൽ പോയി അവിടെ ഒരു 7 ആനകൾ നിരക്കും. മറ്റൊരു 7 ആനകൾ, 8 ആനകൾ നിരക്കും. 7 ആനകൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് പോയി അവിടെ ശക്തൻ തമ്പുരാൻ്റെ ഒരു പ്രതിമയുണ്ട്, രാജാവിൻ്റെ. ആ രാജാവിൻ്റെ പ്രതിമ വലം വെച്ച് തിരിച്ച് ഇവിടെ വന്ന് നേരെ വടക്കുന്നാഥിന് ഫേസ് ചെയ്തിട്ട് നിൽക്കും. ആ നിൽക്കുന്ന നേരം കൊണ്ട് രണ്ടാമത്തെ തിരുവമ്പാടി വീണ്ടും തെക്കേ ഗേറ്റിൽ വഴി വന്നിട്ട് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് നേരെ പാറമേക്കാവിന് ഫേസ് ചെയ്ത് നിൽക്കും. മുഖാമുഖം ഒരു 500 മീറ്റർ അകലെ, 200 മീറ്റർ അകലെയായിട്ട് നിൽക്കും. ഇതിനിടയിൽ ജനക്കൂട്ടം ഇത് കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ വർണ്ണക്കുടകൾ ആദ്യം ഒരു കൂട്ടർ കാണിക്കും. അപ്പോൾ മറ്റു കൂട്ടർ അവിടെ വന്നിട്ട് ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള വേറെ ഇത് കാണിക്കും. ഇങ്ങനെയുള്ളൊരു കുടമാറ്റ മത്സരമാണ്. ഇതാണ് ഏറ്റവും അതിൻ്റെ ആകർഷകമായൊരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കുടമാറ്റം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എവിടെ നിന്നാലും തനിയെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആടിക്കൊണ്ടിരിക്കുന്ന ജനക്കൂട്ടമായിരിക്കും. അപ്പോൾ ആദ്യം തെക്കോട്ടിറങ്ങുമ്പോൾ അവിടെയൊക്കെ ജനങ്ങളായിരിക്കും. അവിടെ വഴി ഉണ്ടാക്കണം ആദ്യം തന്നെ. ഈ 15 ആനകൾക്ക് ഒരുമിച്ച് ഇറങ്ങി പോകാനായിട്ട് വഴി ഉണ്ടാക്കണമെങ്കിൽ അവിടെ ആയിരക്കണക്കിന് പോലീസുകാർ വടം കെട്ടി നിന്ന് ഈ ആളുകൾ മുഴുവനും 2 സൈഡിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ഈ ആനകൾക്ക് ഇറങ്ങി വരാനായിട്ട്.
അപ്പോൾ ഈ 4:30 കഴിഞ്ഞപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും, അന്ന് ചാനലുകളൊന്നും അത്ര ഫേമസ് ഇതായിട്ടില്ല, അവരൊക്കെ ഈ തെക്കേ ഇതിൽ വഴി ആദ്യം പുറത്തേക്ക് കടന്നു. കാരണം ഇതിൻ്റെ നല്ല പൊസിഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്, ക്യാമറയ്ക്ക് പൊസിഷൻ പിടിക്കാൻ വേണ്ടി എല്ലാവരും പുറത്തേക്ക് പോയി. ആരും ഇല്ല എന്ന് തന്നെ പറയാം അതിനകത്ത്, പത്രത്തിൻ്റെ ആരുമില്ല. പിന്നെയുള്ളത് ഈ 15 ആനകളും അതിൻ്റെ കൂടെയുള്ള മേളക്കാരും, പിന്നെ ഈ പാറമേക്കാവിൻ്റെ കമ്മിറ്റിക്കാർ, പിന്നെ ഇതിൻ്റെ പുറത്ത് തിടമ്പ് ഏന്തിയിട്ട് അവിടുത്തെ ശാന്തിയുണ്ട്, മറ്റാൾക്കാരൊക്കെ ഉണ്ട്, മേളക്കാർ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം വന്നു. ഈ ആനയുടെ പുറകെ കൂടാനായിട്ട് ഒരു 500 പേരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ 500 പേരും കൂടി അങ്ങോട്ട് കടത്തി വിടാൻ പറ്റില്ല എന്ന് ഒരു തീരുമാനം നേരത്തെ കളക്ടർ അവിടേക്ക് എടുത്തപ്പോൾ തീരുമാനിച്ചിരുന്നു. അവിടെ വളരെ മിനിമം ആളുകളെ മാത്രം, കമ്മിറ്റിക്കാരും ഈ മേളക്കാരും മാത്രം കടത്തി വിട്ടാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ആകെ തിക്കും തിരക്കാവും, കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ SP, പുതിയ SP ആണ് ചാർജ് എടുത്തിട്ട് അവിടെ പൂരം കൺട്രോൾ റൂമിൽ ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ തേക്കിങ്ങാട് മൈതാനത്ത് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഡ്യൂട്ടി ഈ തെക്കേ ഗോപുര നടയിലാണ്. അപ്പോൾ ഞാനന്ന് ചാവക്കാട് CI ആണ്. ഒരു വടക്കാഞ്ചേരി CI പ്രസന്നൻ സാറുണ്ട്, ഗുരുവായൂർ CI സദാനന്ദ സാറുണ്ട്. 3 CIമാർക്കും ഒരു DSPക്കാണ് ഈ ഇവിടുത്തെ ഇതിൻ്റെ മാനേജ് ചെയ്യാനുള്ള ക്രൗഡ് കൺട്രോൾ ഡ്യൂട്ടി. അപ്പോൾ വയർലെസ്സിൽ ഹാൻഡ്സെറ്റിൽ വിളിച്ചു പറഞ്ഞു, അവിടുന്ന് SP വിളിച്ചിട്ട് പറഞ്ഞു, വളരെ പരിമിതമായിട്ടുള്ള ആളുകളെ മാത്രമേ കയറ്റിവിടാൻ പാടുള്ളൂ, വളണ്ടിയർ ബാഡ്ജുള്ളവരെ മാത്രം കയറ്റിവിട്ടാൽ മതി. അങ്ങനെ ഒരു സ്ക്രീനിങ് ആദ്യം നടത്തി നോക്കി. അപ്പോൾ ഒരുപാട് പേർക്കുണ്ട് ഈ ബാഡ്ജ്, 500 അതിൽ കൂടുതൽ ആൾക്കാർക്ക് ബാഡ്ജ് ഉണ്ട്. ഇത് ആര് ഇഷ്യൂ ചെയ്തു, എങ്ങനെ ഇഷ്യൂ ചെയ്തതൊന്നും അറിയില്ല, എല്ലാവരും ബാഡ്ജ് നിൽക്കണം. അപ്പോൾ അത് നടക്കാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് SP വയർലെസ്സിൽ പറഞ്ഞു, 50 പേരെ മാത്രം വിട്ടാൽ മതി. ഈ 15 ആനകളുടെ കൂടെ 50 പേരെ മാത്രം ഇതിൻ്റെ ഒപ്പം വിട്ടാൽ മതി, ബാക്കിയുള്ളൊരു കിഴക്കേ ഗേറ്റ് വഴിയോ പടിഞ്ഞാറ് ഗേറ്റ് വഴിയോ അപ്പുറത്തേക്ക് വരട്ടെ. തീരുമാനമെടുത്തു. അപ്പോൾ ഈ തീരുമാനം സീനിയറാണ്. ഞാനന്ന് പ്രൊഫഷണലായിട്ട് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗാണ്. അപ്പോൾ സാൻസ് സാറും മറ്റേ പ്രസന്നൻ സാറൊക്കെ വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഈ പരമക്കാവിൻ്റെ കമ്മിറ്റി ആൾക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ഇതാണ്, അപ്പോൾ നിങ്ങളൊരു 50 പേര് മാത്രമായിട്ട് ഇതിൻ്റെ കൂടെ വരണം, സഹകരിക്കണം. പൂരാണ്, അവരുടെ ദിവസമാണ്, ആരനുസരിക്കാൻ നിൽക്കണു, അവരതിന് തട്ടിക്കയറാൻ തുടങ്ങി. അപ്പോൾ അവിടെ സ്റ്റോപ്പായി. ആന ഇറങ്ങുന്നില്ല, ആനയൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഇടനാഴിയിൽ ഒരു ആനയ്ക്ക് മാത്രമേ കറക്റ്റ് കടന്നു പോകാനേ പറ്റുള്ളൂ. ആ ഇടനാഴിയിൽ ഫ്രണ്ടിൽ തിടമ്പെത്തിയ ആന നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് അതിൽ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആന പോലും ഉണ്ട്. കാരണം പെട്ടെന്ന് പ്രൊവോക്കേറ്റഡ് ആവുന്ന ഒരു ആനയാണ്, ഇത്തിരി പ്രായമുള്ള ആനയാണ്. അതടക്കം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിരന്ന് കിട്ടും. ആദ്യത്തെ ഒരു ആന കടന്നു പോയിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ വരാൻ വേണ്ടി ക്യൂ പോലെ നിൽക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ ആന ഇറങ്ങാണ്ടായപ്പോൾ എന്താ പ്രശ്നം എന്നായി അവിടെ നിന്ന് ചോദ്യങ്ങൾ. അപ്പോൾ SP എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് SIനെ അയച്ചു, അവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നതെന്ന്. കാരണം വയർലെസ്സിൽ വിളിച്ചിട്ട് നമുക്കൊന്നും കേൾക്കുന്നില്ല, കാരണം അവിടെ മേളത്തിൻ്റെ ഭയങ്കര ബഹളമാണ്, മൊബൈലില്ല. അപ്പോൾ വയർലെസ്സിൽ കിട്ടാണ്ടായപ്പോൾ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് SIനെ ഈ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടേക്ക് അയച്ചു. അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ, ഞാൻ ഈ പോലീസിൻ്റെ ഓരോ വീഴ്ചകൾ എന്നല്ല പറയണത്, ചില കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നൊരു അപകടങ്ങളാണ്. ഇതൊരു പ്രൊമോട്ട് SI ആയിരുന്നു, എനിക്കറിയാം, പേര് ഞാൻ പറയണില്ലെന്ന് മാത്രം. അയാൾ ഇവിടെ വന്ന് നിന്നിട്ട് അയാൾക്ക് അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കാണാം അയാളവിടെ നിൽക്കുന്നത്. കുറച്ച് നേരം നോക്കിയപ്പോൾ അയാൾ ഒന്നും കാണുന്നില്ല, കാരണം CIമാർ ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ചിരിക്കണു. SI അവിടെ ചെന്നിട്ട് പറഞ്ഞു, അവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നല്ല വഴക്ക് നടക്കുകയാണ്, ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് നടക്കുകയാണ്, വേറെ ഒന്നുമില്ല. CIമാർ പറഞ്ഞ ഒറ്റ സ്റ്റാൻഡ് ഇതുള്ളൂ, ഇത് ഞങ്ങളുടെ തീരുമാനമല്ല, ജില്ലാ SP-യുടെ തീരുമാനമാണ്, 50 പേരെ മാത്രം കടത്തി. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റിക്കാർ ചെന്നിട്ട് SP-യോട് പറയും, അല്ലെങ്കിൽ കളക്ടറോട് പറയും, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ 50 പേരെ വിടുള്ളൂ. ഇതാണ് നിലപാട്. അപ്പോൾ ഈ കമ്മിറ്റിക്കാർക്ക് മനസ്സിലായി ഇവരെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പൂരം എന്ന് പറഞ്ഞാൽ അവരെ പൂരമാണ്. ഒരു 15 മിനിറ്റും കൂടി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒറ്റ നിൽപ്പാണ് അവിടെ. ആന മുന്നോട്ട് പോവില്ല, ഒന്നും നിൽക്കില്ല, മേളക്കാർ ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ തൃശ്ശൂർ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുകയാണെങ്കിൽ പോലും ഒരു ലാസ്റ്റ് സമയത്ത് ഈ ഫീസ് വെച്ചിട്ടുള്ള ടൂർണമെൻ്റ് ആണെങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി പെട്ടെന്നൊരു ആർപ്പോന്ന് വിളിച്ചിട്ട് ഒറ്റ ഇടിച്ചിട്ടാണ് കയറും.
അപ്പോൾ കളക്ഷൻ നടക്കുന്ന ആളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഗേറ്റും ഉണ്ടാവില്ല, എല്ലാം കൂടി പോകും. ഇതൊരു പതിവ് രീതിയാണ് പലപ്പോഴും തൃശ്ശൂർ. അതിൽ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ എടുക്കുന്നതാണ്. അതുപോലത്തെ ഒരു ആഘോഷം ഈ കുസാറ്റിലും ഉണ്ടായി ഒരിക്കൽ. എന്തായാലും ഈ ആർപ്പൂന്ന് വിളിച്ചിട്ട് ഒരു വരവ് വരുന്നു തോന്നി. അതുപോലെ തന്നെ ഈ അവിടെ നിന്നിരുന്ന 10,000 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി പോലീസിനെ ഇടിച്ചു മാറ്റിയിട്ട് അകത്തേക്ക് കയറാനുള്ളൊരു തയ്യാറെടുപ്പായി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ അവിടെ നിന്നിരുന്ന് മുഴുവൻ ഈ AR ക്യാമ്പിലെ പോലീസുകാരും ഡ്യൂട്ടി ഒന്നും ചെയ്ത് പരിചയമില്ലാത്ത പോലീസുകാരാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ ഈ തള്ളിൽ ഒരുപാട് പോലീസുകാർ കെട്ടിപ്പറഞ്ഞ് തലകുത്തിക്ക് വീണു. പോലീസുകാർ വീണപ്പോൾ എണീറ്റ് നിന്നിട്ട് ആകെ ഒരു ടർമോയിൽ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് പോലെ ഒരു വല്ലാത്തൊരു ബഹളത്തിനിടയിൽ ഏതോ പോലീസുകാരോ ഒരൊറ്റ അടി തുടങ്ങി, ലത്തി ചാർജ്. അന്ന് വാസ്തവത്തിൽ CI ഓർഡർ ഇട്ടതല്ല, CIമാരും ഓർഡർ ഇട്ടൊന്നുമല്ല. പക്ഷേ CIമാർ അതുവരെ ഇത് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അതല്ല എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതല്ല. അപ്പോൾ അടികൾ തുടങ്ങിയപ്പോൾ ആനപ്പുറത്ത് നിന്ന് തിടമ്പ് വീണു. ദേവിയുടെ തിടമ്പ് അതിൻ്റെ മുകളിൽ നിന്ന് വീണു. മേളക്കാർ മുഴുവനും കെട്ടിമറിഞ്ഞ് വീണു. തിരുമേനി വീണു. പിന്നെ പിന്നിൽ നിന്നിരുന്ന ആളുകൾ മുഴുവനും തിരിഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഓടി. ഈ ഓടുന്നത് ഇങ്ങോട്ട് കടക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആനകളുടെ ഈ കാലുകളുടെ ഇടയിൽ, ഈ രാമേന്ദ്രൻ്റെ വരെ കാലിൻ്റെ അടുത്തേക്കാണ് ആളുകൾ ഓടിച്ചെല്ലുന്നത്. അപ്പോൾ ഒരാന എന്തെങ്കിലും ഒന്ന് അണിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന കാറ്റസ്ട്രോഫി, അതിൻ്റെ ഒരു അപകടം ചിന്തിക്കുന്നതിൽ അതിലപ്പുറമാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ റിട്ടയേർഡ് SP, ഇപ്പോൾ റിട്ടയേർഡ്, അന്ന് SP ആയിരുന്നു ചന്ദ്രസാറും ഫാമിലിയായിട്ട് തൊഴാൻ വന്നിട്ട് അദ്ദേഹത്തിന് ഏത് വഴിക്കിന് പോകണമെന്ന് വെച്ചാൽ അവിടെ വർത്തമാനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ ചന്ദ്രസാർ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രായോഗികമായിട്ടൊക്കെ ഏത് ഹയർ ഓഫീസേഴ്സ് പോലും അഭിപ്രായം ചോദിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ ചന്ദ്രസാർ, തൃശ്ശൂർക്കാരൻ തന്നെ. അപ്പോൾ ചന്ദ്രസാർ പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എടാ ജയരാജ് അവരോട് തിരിച്ചു വിളിക്കുകയും പോലീസുകാർ തിരിച്ചു വിളിക്കുകയും. അപ്പോൾ നമ്മൾ ഇതി കർത്തവ്യാമൂടം എന്നൊക്കെ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നോക്കിയുള്ള സമയത്താണ് ചന്ദ്രസാറിൻ്റെ ഈ ഒരു വിളി. വേഗം പോക്കറ്റിൽ നിന്ന് വിസിലടിച്ചു. പോയ പോലീസുകാർ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. ഇത്ര അവിടെ ആ സമയത്ത് സംഭവിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഇതൊന്നും പുറം ലോകം അറിയില്ല. എല്ലാവരും ഈ കുടമാറ്റം കാണാൻ വേണ്ടി അപ്പുറത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നടന്ന ഈ സംഭവം ഒന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് ആന പതിവ് പോലെ തെക്കോട്ടിറങ്ങി അവിടെ പോയി നിന്നു. കുടമാറ്റവും ഇതൊക്കെ കഴിഞ്ഞു. ഒരു 7-7:30 വരായപ്പോഴേക്കും കുടമാറ്റമൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ഇതൊക്കെ പരന്ന് വാർത്ത പരന്ന് വരുന്നത്. അപ്പോഴേക്കും ചാനലുകളിലൊക്കെ അവർ 8 മണി നേരത്തെ ഒരു വെടിക്കെട്ടുണ്ട് ഈ കുടമാറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവിടെ വന്ന് ആരോ പറഞ്ഞു, വെടിക്കെട്ടിന് തീ കൊളുത്താൻ വരട്ടെ, പൂരം ഇനി നടത്തണോ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കണം. തിരുമേനിയെയും മേളക്കാരെയും ദേവസ്വം കമ്മിറ്റിക്കാരെയും മുഴുവൻ ആളുകളെയും ലത്തി ചാർജ് ചെയ്തിട്ട് ഇവിടെ ഇനിയൊരു പൂരം വേണ്ട, ഈ ഓണത്തെ പൂരം ഇല്ല, ഇതായിരുന്നു നിലപാട്. അപ്പം ചാനലിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏഷ്യാനെറ്റിലൊക്കെ ആദ്യം എഴുതി കാണിച്ചു, പൂരം നിർത്തിവെച്ചു. വളരെ ഗൗരവമായി. കാരണം അത് എങ്ങനെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പിറ്റേ ദിവസം വെളുപ്പിനും 3 മണിക്കുള്ള ഈ വെടിക്കെട്ടാണ് പ്രധാനമായിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഉച്ചവരെ പകൽപൂരം. അത് കഴിഞ്ഞ് ഉച്ച സമയത്ത് 2 ദേവിമാരും ഉപചാരം ചൊല്ലി പിരിയണു. അതോടെ പൂരം കഴിയും. അത്രയും ബാക്കി ഇനി കിടക്കുന്നുണ്ട്. വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ബാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും എല്ലാവരും വന്നു. അത് കൂടി പെട്ടെന്ന് എൻക്വയറി പ്രഖ്യാപിച്ചു. പൂരം ലാത്തി ചാർജ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വാരിജാക്ഷൻ സാറ്, KR വാരിജാക്ഷൻ സാറ്, പാലക്കാട്. അദ്ദേഹം തൃശ്ശൂർ SP ആയിരുന്ന ഒരാളാണ്. അന്ന് അദ്ദേഹം KAP കമാൻഡൻ്റാണ്. അദ്ദേഹത്തിന് 2 ദിവസത്തിനകത്ത് റിപ്പോർട്ട് തരണം എന്നുള്ള രീതിയിൽ
എൻക്വയറി ഓഫീസറായിട്ട് വെച്ചു. അന്വേഷണം നടത്തി. ഈ 2 CAമാർക്ക് സസ്പെൻഷൻ, ഗുരുവായൂർ CAയ്ക്കും വടക്കാഞ്ചേരി CAയ്ക്കും. അപ്പം അന്ന് ഈ ചന്ദ്രസാറ് പറയുന്നതും ഈ വിളിക്കുന്നതും അവിടെ കണ്ട കുറച്ച് പ്രതിനിധികളും എന്തോ പറഞ്ഞ് പിറ്റേ ദിവസം മലയാള മനോരമ എഡിറ്റോറിയലിൽ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച മനസാന്നിധ്യം എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻ്റ് എഴുതിയുകൊണ്ട് തൽക്കാലം ഞാനതിന് രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ഡിസ്ക്രിഷണറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്ക്രിഷണറി ഡിസിഷൻ എടുക്കാനായിട്ട് പലപ്പോഴും പോലീസിന് കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാവാം. എന്തെങ്കിലും ഒരു പാളിച്ച അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ബലിയാടാകുക ആ ഫീൽഡിൽ നിൽക്കുന്ന, ആ ഡ്യൂട്ടി മുഖത്ത് നിൽക്കുന്ന പോലീസ് ഓഫീസർമാരായിരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം CA ആയിരിക്കുമ്പോൾ ഉണ്ടായൊരു അനുഭവം. അപ്പോൾ നീലേശ്വരം സർക്കിളാണ്, നീലേശ്വരം സ്റ്റേഷൻ, ചന്തേര സ്റ്റേഷൻ, ചീമേനി സ്റ്റേഷൻ. ഈ ചീമേനി സ്റ്റേഷൻ ലിമിറ്റിലുണ്ടായൊരു സംഭവമാണ്. ചീമേനി ഒരുപാട് കാര്യങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഒന്ന്, ഈ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുന്നതിലെ ഒരു പ്രധാന സ്ഥലം കയ്യൂരും കരുവള്ളൂരും എന്നൊക്കെ പറയുന്ന ആ കയ്യൂര് രക്തസാക്ഷി മണ്ഡപമൊക്കെ ഉള്ള സ്ഥലം. അതിലുപരി 86-ലോ 87-ലോ മറ്റേ നിയമസഭ, ആ സമയത്തുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം CPMൻ്റെ പാർട്ടി ഓഫീസ് കത്തിച്ച് അതിൽ 5 പേര് ചുട്ട് എരിക്കപ്പെട്ട ഒരു സംഭവം നടന്ന സ്ഥലം. അതിൽ പ്രതികളായിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്, INTC തൊഴിലാളികളായിരുന്നു. അവർ തൊഴിൽ തർക്കമായിരുന്നു. അത് 5 പേരെയും ശിക്ഷിച്ചു. 5 പേരും പുറത്തിറങ്ങി. 4 പേരെയും കൊന്നു. ഒരാളെ മാത്രം കൊന്നില്ല. ഒരാൾ കൂടി കമ്മ്യൂണിസ്റ്റായി എന്ന് പറഞ്ഞ പോലെ അയാൾ ഇവരെ പാർട്ടിയിൽ ചേർന്നു. അവരാളായതുകൊണ്ട് അയാളെ കൊന്നില്ല. ബാക്കി 4 പേരെ അവർ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. സംഭവം ചെറിയൊരു ലൈറ്റ് പോലീസ് സ്റ്റേഷനാണ് ഈ ചീമേനി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് കശുമാവും തോപ്പുകളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലം. പ്രത്യേകിച്ച് വരുമാനം മാർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കശുവണ്ടിയും കശുമാങ്ങയും പിന്നെ ബീഡി തൊഴിലാളികളും അങ്ങനെയൊക്കെയുള്ള ഒരു ശരാശരി ആളുകൾ ആയിട്ടുള്ള, മിക്കവാറും ഒരു പാർട്ടി ഗ്രാമങ്ങളാണ് കൂടുതൽ, ഈ അങ്ങനത്തെ കുടുംബങ്ങളാണ് അവിടെ. അവിടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തുള്ള ഈ സ്ത്രീധനൊന്നും ഇല്ലാത്ത കുറേ നന്മകളുള്ള ഒരു ഇടം. അപ്പോൾ ഒരു ദിവസം അവിടെ ഒരു തൂങ്ങിമരണുണ്ടായിട്ട് SI ഇൻക്വസ്റ്റ് FIR ഒക്കെ ഇട്ട് ഇൻക്വസ്റ്റ് നടത്താൻ പോയി. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്താൻ ചെന്നപ്പോൾ അവിടെ നിന്ന് SI വിളിച്ചിട്ട് പറഞ്ഞു, ഇൻക്വസ്റ്റ് നടത്താൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ ചീമേനി ചെന്നു. അപ്പോൾ കാണുന്ന ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ വലിയൊരു കശുമാവും തോട്ടം. ആ കശുമാവും തോട്ടത്തിൻ്റെ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു പറമ്പാണ്. അതിൻ്റെ നടുവിലായിട്ടൊരു കശുമാവിൻ്റെ കൊമ്പത്ത് ഒരു പുരുഷൻ തൂങ്ങി നിൽക്കുന്നു. അപ്പോൾ അതൊരു ഡീകമ്പോസ്ഡായി, ബോഡി അഴുകിയിട്ടുണ്ട്. ഒറ്റ ലുക്കിൽ ഒരു 2-3 ദിവസത്തെങ്കിലും പഴക്കമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ഹാൻഡ് എന്നൊക്കെ പറയും. അതായത് ഒരു ആളിങ്ങനെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ അയാളുടെ കൈയുടെ അതേ നീളത്തിൽ വീണ്ടും കൈ താഴേക്ക് വരും. അതുപോലെ 2 കൈയും വരും എന്ന് പറഞ്ഞാൽ ഈ മാംസം മുഴുവനും എല്ലിൽ നിന്ന് വിട്ടു വന്നിട്ട് ഈ വിരലിൽ തൊട്ട് താഴേക്ക് നിൽക്കുക. അപ്പോൾ ഒരു നീട്ടുള്ള കാല്, എന്താ പറയുക, അത്ര നീളമുള്ള 2 കൈകൾ, ഡബിൾ ഹാൻഡ് എന്നാണ് ഞങ്ങൾ പോലീസിൽ പറയുക. അപ്പോൾ ഡബിൾ ഹാൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ദുർഗന്ധവും. അപ്പോൾ അത് ഇറക്കാനായിട്ട് കൂലിക്കാരൊക്കെ കൊണ്ടുവന്ന് മുകളിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ വന്നപ്പോഴാണ് അവിടുത്തെ പാർട്ടി നേതൃത്വം ഇടപെട്ടിട്ട് പറഞ്ഞു, ഇതിന് കാരണക്കാരായത്, ഇയാളിങ്ങനെ പോയി ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുള്ളത് ഇയാളെ മക്കളാണ്. ഈ മക്കളിറക്കണം ഈ ബോഡി അതിൻ്റെ മുകളിൽ നിന്ന്, എന്നിട്ട് മതി ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എല്ലാവരും പാർട്ടിക്കാരാണ്, പിന്നെന്താണ് ഈ ഇങ്ങനൊരു നിലപാടെന്നുള്ളതായി. അപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം പോലെ വന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് നോക്കുക, എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇത് ക്രൈസിസ് വന്നാൽ നോക്കുക ആരാണ് ഇതിലത്തൊരു ലീഡർ, ആരാണ്, വാർഡ് മെമ്പറുണ്ടോ, മുൻ വാർഡ് മെമ്പറുണ്ടോ, പാർട്ടി ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടോ, ഇനി നമ്മൾ ചോദിക്കുകയും ചെയ്യും ഇതിനകത്ത് ആരാണ് ഒരു ലീഡർ, ആരാണെന്ന് ചോദിച്ചാൽ ആരൊന്നും പറയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ ഒരു തൊപ്പി വെച്ച ഒരാൾ,
ഇന്ന് ഞാൻ മറക്കില്ല അയാൾ. രാജഗോപാൽ, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാളെ പിന്നീട് ഞാൻ ഒരിക്കൽ കാണുന്നുണ്ടായി. അപ്പോൾ രാജഗോപാൽ വളരെ സൗമ്യനായിട്ടുള്ളൊരു സഖാവാണ്. അപ്പോൾ രാജഗോപാലിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചു, എന്തോടെ കാര്യം? സാർ, ഇയാളെ മക്കൾ ഈയിടെ പാർട്ടി മാറി, വേറൊരു പാർട്ടി പോയി. ഒരു ഓട്ടോറിക്ഷക്കാരനും അയാളൊരു അനിയനാണ്. ഒരു നമ്മളായിട്ട് അത്ര രസത്തിലല്ല. എന്നാലും ഈ മൃതദേഹത്തിനോട് വേണോ ഇത്രയും ഒരു വൈരാഗ്യം? സാറേ, ഇവിടെ ഒരു രീതിയൊക്കെ ഉണ്ട്. സാർ ഈ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് സാറിന് അറിയാത്ത, പാർട്ടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്ന രീതിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മക്കളെവിടെയുണ്ട്? മക്കൾ വീട്ടിലുണ്ട്. കുറച്ചപ്പുറത്തെ വീട്, ഒരു ഒറ്റ നല്ല വീട് അവിടെയുണ്ട്. അവരോട് വന്നിട്ട് അഴിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്നാണ് ചെന്നവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ അന്വേഷിച്ചപ്പോൾ അച്ഛൻ മക്കളായിട്ട് വഴക്കായിരുന്നു. അച്ഛന് മര്യാദയ്ക്ക് നോക്കുന്നില്ല, അച്ഛന് ചിലവിന് കൊടുക്കുന്നില്ല, അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ അതൊരു അങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ മക്കൾ അത് അനുഭവിക്കണം, ഇതാണ് തീരുമാനം. ഒന്നും ആലോചിച്ചില്ല, നേരെ അവരെ വീട്ടിൽ കയറി ചെന്നു. അവരെ മക്കളവിടെ ഇരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിറക്കിക്കോളാം സാറേ. അപ്പോൾ പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാറേ, ഞങ്ങളിറക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി എൻ്റെ മുകളിൽ ഇത്രയും മുകളിൽ നീ ചെയ്യുന്ന ശരീരം ഇറക്കാൻ പറ്റുമോ? അത് എനിക്കറിയില്ല സാറേ, ഞങ്ങൾ വരാം. പക്ഷെ ഒരു കണ്ടീഷൻ സാർ എനിക്ക് ഉറപ്പ് തരണം, അവർ ഞങ്ങളെ കൊല്ലില്ല എന്ന് ഉറപ്പ് തരണം. അവർ ഞങ്ങളെ കൈയും കാലും വെട്ടില്ല എന്ന് സാർ ഉറപ്പ് തരണം. ഒന്നും വേണ്ടിയില്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. തിരിച്ചു വന്നു, രാജഗോപാലോട് സംസാരിച്ചു. ഇങ്ങനെയാണ് അവിടുത്തെ പ്രതികരണം പറയുന്നത്. എന്താ രാജഗോപാല, അഭിപ്രായം എന്താണ്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. ഇത് അച്ചടക്കമുള്ള സഖാക്കളെ സാറേ. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അവർക്ക് മനസ്സിലാവും. അവരുടെ കാര്യം എനിക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരാളുടെ അഷുറൻസിലാണ് ഞാൻ അവരെ അവിടെ ഇറക്കാൻ പോകുന്നത്, കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലുള്ള ഒരു പ്രൊമോട്ടി എസ് ഐ ആണ് അത് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്, അഡീഷണൽ എസ് ഐ ആണ്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇവിടെ എന്തായാലും ഇനി വേറെ എന്തൊരു വഴി? പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ അവർ സാർ എന്തായാലും രണ്ടാൾക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ നേരത്തെ ഏർപ്പാടാക്കിയ 2 കൂലിക്കാരുണ്ട്, 2 ജോലിക്കാരുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് തയ്യാറാക്കിയിട്ട് കശുമാങ്ങ ചാരായമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമാണ്. കശുമാങ്ങയുണ്ട്, കശുമാങ്ങ വാറ്റ്, കശുമാങ്ങ ചാരായം, അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിച്ച് പമ്പിരിയായിട്ട് നിൽക്കുന്നുണ്ട് 2 ജോലിക്കാർ. ഒരു മണം അറിയില്ല, അവർക്ക് ഒന്നും അറിയില്ല. ബോധം ഉണ്ടെങ്കിലല്ലേ മണം ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഞാൻ രാജഗോപാലോട് പറഞ്ഞു, ഇവരെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ വരും, അവർ കൂടെ നിൽക്കും, ഇവർ കൂടി അതിന് സഹകരിക്കും. അപ്പോൾ അതിനിടയിൽ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഉണ്ടാവാതെ നോക്കണം, ആവശ്യമില്ലാത്ത വെല്ലുവിളികളും ചീത്തവിളികളും ഇല്ലാതെ നോക്കണം. അത് എനിക്ക് ഈ ജനങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ലീഡർ നിങ്ങളാണ്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ അതിൽ ഉള്ള കുറച്ചും കൂടി ചോട്ട ആളുകളുടെ അകത്തൊക്കെ ഇവർ ഇൻട്രാക്ഷൻ നടത്തി. രാജഗോപാൽ ഒരു 10 മിനിറ്റിനകത്ത് അവരെല്ലാവരും കൂടി തീരുമാനമെടുത്തു. അവർ വന്നോട്ടെ, ഞങ്ങളൊന്നും ചെയ്യില്ല, ഒന്നും പറയില്ല, ബോഡി അവിടെ മുകളിൽ നിന്ന് അവർ ഇറക്കി ആ മണം അവർ തീയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പേരെയും എൻ്റെ ഒപ്പം കൊണ്ടുവന്നു, കശുമാവിൻ്റെ ചുവട്ടിൽ നിർത്തി. മറ്റേ 2 പണിക്കാർ മുകളിൽ കയറി. താഴെ നമുക്കറിയാം, ഈ ഇങ്ങനത്തെ ഡെഡ് ബോഡികളൊക്കെ ആകുമ്പോൾ പുൽത്തൈലം ഒരുപാട് കരുതിയിട്ടുണ്ടാവും. പുൽത്തൈലൊക്കെ മുഴുവൻ തെളിച്ചു. വലിയ 2 ചാക്ക് കൊണ്ടുവന്നു. അങ്ങനെ, കാരണം ഈ മുകളിൽ നിന്ന് അവിടെ തൊട്ട് ഫോട്ടോഗ്രാഫ് എടുത്ത് തന്നെ വരണം. കാരണം ഈ കെട്ടാണ് ഏത് തൂങ്ങി മരണത്തിലും ഈ നമ്മൾ പോലീസ് വരുന്നതിലും പഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു കാരണം അതാണ്. കാരണം ആ മുകളിൽ കിട്ടിയിരിക്കുന്ന നോട്ടുണ്ട്, ആ നോട്ടിന് വരെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതായത് ഒരു ബോഡി തൂങ്ങി നിൽക്കുമ്പോൾ ഈ അതിൻ്റെ ലിഗേച്ചർ എന്നാണ് പറയുക. ലിഗേച്ചർ എന്ന് പറഞ്ഞാൽ അത് കയറാവാം, ഷോളാവാം, എന്തും ആകാം, കെട്ടാൻ ഉപയോഗിക്കുന്ന ആ ചരട്. ആ ലിഗേച്ചർ ഇവിടെ ബാക്കിൽ നിന്നിട്ട് ബാക്കിൽ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റം കൂട്ടി യോജിക്കാതെ ഈ അറ്റത്ത് ഇങ്ങനെ ഒരു ഒബ്ലിക്കായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നോർമലി അത് ഹാങ്ങിങ് ആണ്. അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ചുറ്റും ഉള്ള അടയാളങ്ങൾ, ഇവിടെ ഇതിൻ്റെ ലിഗേച്ചർ മാർക്ക് ഉണ്ടാവും, ഈ 15 അടയാളം ഉണ്ടാവും. അത് ഇവിടെ വന്നിട്ട് ഒബ്ലിക്കായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അത് സാധാരണ നിലയ്ക്ക് ആകാം.
കെട്ടിത്തൂക്കുമ്പോഴും മറ്റേതൊക്കെ വരുമ്പോൾ ഇത് റൗണ്ട് ആയിരിക്കും, മൊത്തം റൗണ്ട് ആയിരിക്കും. പിന്നെയുള്ള സലൈവ ഡ്രിപ്സ്, ഈ വായിൽ നിന്ന് വരുന്ന സലൈവ ഡ്രിപ്സ്, അത് അഴുകിയ ബോഡിയിലൊന്നും അത് കാണാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സാധാരണ നിലയ്ക്ക് ഈ നെഞ്ചത്തിലേക്ക് ഇങ്ങനെ തൂങ്ങി ഇറങ്ങി വരുന്ന ആ സലൈവ, അതൊക്കെ സാധാരണ ഒരു തൂങ്ങി മരണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പുരുഷനാണെങ്കിൽ 7 പുറത്ത് പോയിട്ടുണ്ടാവും. ഈ ഇതിനകത്തൊക്കെ തൂങ്ങി മരണങ്ങളിലൊക്കെ 99% പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻക്വസ്റ്റ് ചെയ്തുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്യും, ഇതിനകത്തൊക്കെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ ഈ കെട്ട് എങ്ങനെയാണെന്നുള്ള മുകളിൽ അത് എവിടെ നിന്നുള്ളതാണ്, അത് കെട്ടോടുകൂടി മുകളിൽ നിന്നാണ് അഴിക്കുകയുള്ളൂ. ഒരിക്കലും ഇവിടെ വെച്ച് കട്ട് ചെയ്യില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അയക്കുമ്പോൾ ഈ കെട്ടിയ കയറിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കില്ല. ഇവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ഭാഗം, ആ എവിടെ ഉത്തരമാണോ മരമാണോ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഈ കയറോട് കൂടിയിട്ടാണ്. പല പബ്ലിക്കിനും അറിയാത്തതുകൊണ്ട് പിന്നീട് ഒരുപാട് പൗരസമിതി ഉണ്ടാക്കലും CBI അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ ഒരു വീഴ്ച വരുമ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ ഇവിടേക്ക് ഇപ്പോൾ ഞാനിത് പൂക്കോട് വെറ്റിനറി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പറയണതല്ല, അതിലൊക്കെ വന്നിട്ടുള്ള അപവാദങ്ങൾ ഉള്ള ഇതുകളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ബോഡിയുടെ ഒരവസ്ഥ, ബോഡി അഴുകുക എന്ന് പറഞ്ഞാൽ 3 ദിവസമൊക്കെ കഴിഞ്ഞൊരു ബോഡിയാണെങ്കിൽ ഏത് ഐശ്വര്യ റോയ് ആയാലും ആ ദുർഗന്ധം, പുഴുക്കളും, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുഴുക്കളും വലിയ തലയുള്ള ഉറുമ്പുകളൊക്കെയാണ് ശവന്തീനി ഉറുമ്പുകൾ എന്നൊക്കെയുള്ള കേട്ടിട്ടില്ലേ നാടകത്തിൻ്റെ നോവലിൻ്റെയൊക്കെ പേരുകളൊക്കെ. അത് എവിടെ നിന്നാണ് ഏത് പ്രപഞ്ചത്തിൽ നിന്നൊക്കെ വരുന്നതെന്ന് തോന്നി. ഇതുപോലത്തുള്ള ജീവികളൊക്കെ വിചിത്രമായിട്ടുള്ളത്, എങ്ങനെ മൂക്ക് പൊത്തിയാലും പറ്റാത്ത രീതിയിലുള്ള അസഹ്യമായിട്ടുള്ള ദുർഗന്ധം സഹിച്ചു വേണം ഒരു പോലീസ് ഓഫീസർ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ. ബോഡി അങ്ങനെ അവിടെ നിന്ന് താഴെ ഈ ഒരു ഷീറ്റിൽ കിടത്തിയിട്ട് ആപാദചൂടം വർണ്ണിക്കുകയാണ്. അതാണ് ഇൻക്വസ്റ്റ്. തലമുടി തൊട്ട് കാൽപാദം വരെ വിവരിച്ചെഴുതുകയാണ്. മുടി കറുത്തതോ വെളുത്തതോ, താടി ഉണ്ടെങ്കിൽ താടി, അങ്ങനെ ഇട്ട ഡ്രസ്സ്, അതിൻ്റെ ഡ്രസ് കോഡ്, തുണി അഴിച്ചു മാറ്റുക. ഏത് ബോഡിയും തുണി അഴിച്ചാണ് ഇൻക്വസ്റ്റ് നടത്തുക, ആണായാലും പെണ്ണായാലും. അപ്പോൾ ആ രീതിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റി. വലിയ ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ലാതെ അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് ആ വിഷയം അവിടെ സോൾവ് ചെയ്യാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലേക്ക് ഒരു ഇഷ്യൂ ആയിട്ട് മാറിപ്പോയാനെ. പിന്നെ കാണാം ഒരു ജനക്കൂട്ടം പിന്നെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് ആക്രോശിച്ചുകൊണ്ട് വരുന്നത്, നമ്മൾ ഏതെങ്കിലും സിനിമാ കഥയിൽ കാണുന്നത് പോലെയുള്ള ഒരു വരവ്.